നമസ്കാരം. ഞാൻ ഈ സമയത്ത് ഓർക്കുന്നത് ധ്യാൻ ശ്രീനിവാസന്റെ കാര്യമാണ്. വിസിറ്റർ എന്ന സിനിമയുടെ പൂജാ ചടങ്ങിൽ വെച്ച് CM ജോസഫ് വിജയെയും തൃഷയും കുറിച്ച് ധ്യാൻ ഒരു കാര്യം പറഞ്ഞു. അതായത് അവരുടെ പേരെടുത്ത് പരാമർശിച്ചൊന്നുമില്ല, പക്ഷേ ഞാൻ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് സാരി ഉടുത്ത് ഫ്രണ്ട് സീറ്റിൽ നവ്യ നായർ വന്നിരിക്കണം എന്ന് പറഞ്ഞത് CM വിജയെയും തൃഷയും ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ്. ധ്യാൻ അപ്പോഴും വിജയുടെയോ തൃഷയുടെയോ പേര് പറഞ്ഞിട്ടില്ല. ഇവിടെ ഇന്ന് രാവിലെ ഉദയനിധി സ്റ്റാലിൻ അറസ്റ്റിലാവുന്ന സമയത്തും ഉദയനിധി സ്റ്റാലിൻ തൃഷ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. കാവേരി നദി വിഷയവുമായി ബന്ധപ്പെട്ട് അതിലെ കാര്യങ്ങൾ സംസാരിക്കുകയായിരുന്നു ഉദയനിധി സ്റ്റാലിൻ. മുന്നിൽ നിൽക്കുന്ന ആളുകൾ തൃഷ എന്ന് എടുത്തു പറയുന്ന സമയത്താണ് ഉദയനിധി ഒരു ദ്വയാർത്ഥ പദപ്രയോഗം നടത്തിയത്. തൃഷയ്ക്കെതിരെ അധിക്ഷേപകരമായ രീതിയിൽ ഒരു പരാമർശം, ഒരു വാചകം നടത്തിയത്. ആ വാചകത്തിന് പിന്നാലെയാണ് TVKയുടെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത് ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ധ്യാൻ ശ്രീനിവാസൻ ഈ പ്രസംഗം നടത്തിയതിന് ശേഷം തമിഴ്നാട്ടിൽ ധ്യാനെതിരെ അതിരൂക്ഷമായ സൈബർ ആക്രമണമാണ് ഉണ്ടായിരുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയായ ജോസഫ് വിജയെ അപമാനിക്കുകയും അവഹേളിക്കുകയും നടിയായ തൃഷയെ അപമാനിക്കുന്ന തരത്തിലുള്ള പദപ്രയോഗങ്ങൾ ധ്യാൻ ഉപയോഗിച്ചു എന്ന് പറഞ്ഞായിരുന്നു തമിഴ്നാട്ടിൽ ധ്യാനെതിരെ സോഷ്യൽ മീഡിയ ആക്രമണങ്ങൾ ഉണ്ടായിരുന്നത്. എന്നാൽ കേരളത്തിൽ ധ്യാനെതിരെ ഒരു ആക്രമണവും ഉണ്ടായില്ല. ധ്യാൻ ഇതുപോലെ പലരെയും ട്രോളുന്ന ഒരു വ്യക്തിയാണെന്നും ഇതൊക്കെ ധ്യാൻ്റെ സ്വാഭാവികമായ ശൈലിയാണെന്നുമായിരുന്നു ഇവിടെയുള്ള പലരും പറഞ്ഞുകൊണ്ടിരുന്നത്. ധ്യാനെ ഒരു തരത്തിലും ആക്രമിക്കാൻ ഇവിടെയുള്ള ആളുകൾ തയ്യാറായില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അതിരൂക്ഷമായ വിമർശനം ധ്യാൻ നേരെ ഉണ്ടായിരുന്നു. അവിടെയുള്ള സാറ്റലൈറ്റ് ചാനൽസ് ഉൾപ്പെടെയുള്ളവർ ഈ വിഷയം ടേക്കപ്പ് ചെയ്തുകൊണ്ട് ധ്യാനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. ഇന്ന് തമിഴ്നാട്ടിലെ പ്രതിപക്ഷ നേതാവാണ് അറസ്റ്റിലായത്. അതും തൃഷയുടെ പേര് പറയാതെ തന്നെ അറസ്റ്റിലായി. എന്നാൽ ദ്വയാർത്ഥ പദപ്രയോഗം അതിനകത്ത് ഉപയോഗിക്കുകയും ചെയ്തു. ഇവിടെ ധ്യാൻ ഉപയോഗിച്ചത് ദ്വയാർത്ഥ പദപ്രയോഗമോ സ്ത്രീത്വത്തെ അപമാനിക്കലോ അല്ല, എന്നാൽ കളിയാക്കലാണ്, സട്ടാറിക്കൽ മോഡാണ്. CM ജോസഫ് വിജയ് അധികാരത്തിലേറുന്ന ദിവസം, അതായത് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ, അവിടെ നടന്ന ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ ഇതുപോലെ തൃഷ സാരി ഉടുത്ത് മുന്നിൽ വന്ന് നിന്നതും വിജയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുമൊക്കെ ഇന്നലെ പോലെ നമ്മളെല്ലാവരും ഓർക്കുന്ന കാര്യമാണ്. കുറച്ച് മാസങ്ങളേ ഉള്ളൂ നടന്നിട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും അത് നല്ല ഓർമ്മയുണ്ട്. ധ്യാനാവട്ടെ നവ്യ നായർ തൻ്റെ പഴയ ക്രഷാണെന്നും ഒക്കെ മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ധ്യാൻ്റെ ചെറുപ്പകാലത്തിലുള്ള അഭിമുഖത്തിൽ നവ്യ നായർ തനിക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്തു. ആ നവ്യയ്ക്കൊപ്പമാണ് ധ്യാൻ ശ്രീനിവാസൻ പുതിയ ചിത്രമായ വിസിറ്റർ എന്ന സിനിമയിൽ അഭിനയിക്കുന്നത്. ഉർവശി, നവ്യ നായർ, ധ്യാൻ ശ്രീനിവാസൻ എന്നാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രങ്ങൾ. അതിനിടയിലാണ് നവ്യയോടുള്ള ക്രഷ് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഇക്കാര്യം ധ്യാൻ പരാമർശിക്കുകയും ചെയ്തത്. ഇതാണ് തമിഴ്നാട്ടിൽ വലിയ ആക്രമണങ്ങൾ ഉണ്ടാവുകയും ചെയ്തത്. ആ ചടങ്ങിൽ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്തായ അജു വർഗീസ് പ്രസംഗത്തിനിടയിൽ പറഞ്ഞു, CM സാർ എൻ നൻപൻ ഒരു പൈത്യക്കാരൻ എന്ന് പറയുകയും ചെയ്തിരുന്നു. എന്തായാലും ഇതൊരു വലിയ തരംഗമായി മാറുന്ന കൂട്ടത്തിലാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ധ്യാൻ്റെ പേരുകൂടെ ചർച്ചാ വിഷയമാവുന്നത്. ഇപ്പോൾ ഉദയനിധി സ്റ്റാലിനെ അറസ്റ്റ് ചെയ്തതുപോലെ ധ്യാനെയും അറസ്റ്റ് ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ധ്യാൻ സംസാരിച്ചത് കേരളത്തിലായതുകൊണ്ട് മാത്രം ധ്യാനിന് ആ ഭാഗ്യം കിട്ടി എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയുടെ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.